ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ ചൊല്ലിയതിൻ്റെ ബാക്കി ചൊല്ലാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ, നാരായണ തവ പാദ സരോജം അകമേ വിലസുക, നാരായണ ജയ. ഇവിടെ തൊട്ട് കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം. അടിമലർ തൊഴുകിലൊരിച്ഛാഹീനം മുക്തന്മാരവർ, നാരായണ ജയ. കോപം കൊണ്ട് ശപിക്കരുതാരും, ഭഗവന്മയമെന്നോർക്കാ സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ, നാരായണ ജയ. കൗതുകമൊന്നിലും ഇല്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി, ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം, നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ, ഒരു ഫലമുണ്ടോ 10,000 ഒരു ശത്തു പിറന്നാൽ, നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിയാവച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം, നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ, നാരായണ തവ പാദ സരോജം അകമേ വിലസുക, നാരായണ ജയ. കൊടിയ തപസ്സുകൾ, അത് കഠിനമായ തപസ് ചെയ്യും. എന്തിനാ? ഈ ലോകത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾക്ക്, എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പലരും പല പല രീതിയിൽ തപസ് ചെയ്യുന്നവരുണ്ട്. ഫലം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കിട്ടണമെന്നുള്ള വരം മേടിക്കാൻ. അങ്ങനെ വലിയ കഠിനമായ തപസ് ചെയ്ത് അങ്ങനെ ചെയ്താൽ എന്ത് വരും? അതുകൊണ്ടൊന്നും തന്നെ മുക്തി കിട്ടുകയില്ല. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള തപസ്സായതുകൊണ്ട് മുക്തിക്ക് അത് യാതൊരു കാരണത്തിലും കിട്ടുകയില്ല. ഫലേച്ഛ കൂടാതെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് നിശ്ചയമായി മുക്തി സിദ്ധിക്കുമെന്നാണ് ഈ ഭാഗവത്തിൽ പറയുന്നത്. ഫലേച്ഛ കൂടാതെ, ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക. മറ്റൊന്നിനും വേണ്ടിയല്ല, നമുക്ക് ഭഗവാനെയാണ് ആവശ്യം. ഭഗവാൻ തന്നെയാണ് നമുക്ക് വേണ്ടുന്നത്. അങ്ങനെയുള്ളൊരു ഭക്തി സ്നേഹമാകുന്ന, അത്രമാത്രം പ്രേമത്തോടുകൂടി ആ ഭക്തിക്ക് മാത്രമേ ഭഗവാൻ ഇഷ്ടപ്പെടൂ. അല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് വിദ്യ വേണം, അല്ലെങ്കിൽ ഉദ്യോഗം വേണം, അല്ലെങ്കിൽ വീട് വേണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പേര് പല പല അമ്പലങ്ങളിലൊക്കെ പോയി എവിടെല്ലാം പോയി തപസ് ആഴ്ചതോറും വ്രതത്തോട് നിൽക്കുക. ആ ഫലങ്ങളൊക്കെ സിദ്ധിക്കും. പക്ഷേ ഭഗവാനിൽ ചേരാനോ മുക്തിക്കോ സാധ്യമല്ല.
അപ്പോൾ അതുപോലെയാണ് കൊടിയ തപസ്സുകൾ ചെയ്ത് ഓരോ ഫലം. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്താൽ എന്തുവരും മുക്തി കിട്ടുകയില്ല. ഭഗവാനിൽ എപ്പോഴും ഒരാഗ്രഹം ഇല്ലാതെ വേണം ഭഗവാനെ നമുക്ക് ഭഗവാനെ വേണം. അതാണ് ഈ യഥാർത്ഥമായ നിഷ്കളങ്കമായ ഭക്തി. ഫലം ആഗ്രഹിക്കാത്ത ആരാധന, അതുമാത്രമേ ഭഗവാന് ഇഷ്ടമുള്ളൂ. മറ്റ് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് അതിന് മുക്തി കിട്ടുകയില്ല എന്ന് പറയുന്നത്. പിന്നെ കോപം കൊണ്ട് ശപിക്കരുതാരും. ഇവിടെ കോപത്താൽ പലരും കലിതുള്ളി ആരെയും ശപിക്കരുത് എന്നാണ് പറയുന്നത്. ചിലർ പെട്ടെന്ന് അങ്ങനെ ഇവന് ഇങ്ങനെ വരണം എന്നുള്ള ആ ദേഷ്യത്തോടു കൂടി ശപിക്കുന്നവരുണ്ട്, മക്കളെപ്പോലും ശപിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാം ഈശ്വരമയമാണെന്ന് ഓർക്കണം നമ്മൾ. എന്താ, സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ച് കഴിഞ്ഞാൽ സുഖം കഴിയുമ്പം ദുഃഖം വരും. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ കർമ്മഫലമാണല്ലോ വരുന്നത്. ഈ സുഖവും ദുഃഖവും അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ സമമാണല്ലോ, പിന്നെ എല്ലാം തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ എന്താ പറയുക, ഒരിക്കലും അത്രമാത്രം ദേഷ്യത്തോടുകൂടി കോപം കൊണ്ട് കലിതുള്ളി ആരെയും ശപിക്കരുതേ എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ കൗതുകം ഒന്നിലും ഇല്ലിനി മഹതാം. എന്താ, ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുമ്പോൾ മറ്റ് ലോകകാര്യങ്ങൾ ഒന്നിനും നമുക്ക് കൗതുകം ഉണ്ടാകത്തില്ല. യാതൊന്നിലും നമുക്ക് ഒരു താല്പര്യവും ഉണ്ടാകില്ല. എന്തെങ്കിലും വെച്ച് കഴിക്കണമെന്ന് പോലും താല്പര്യം ഉണ്ടാകത്തില്ല. പിന്നെ എന്തൊക്കെ വിശപ്പിന് വേണ്ടി നമ്മൾ വയ്ക്കുന്നു, എല്ലാ കർമ്മവും ചെയ്യുന്നു. അത് താല്പര്യം എന്താണ്? എന്തിലാ? ഈശ്വര കഥ കേൾക്കാനാണ് താല്പര്യം. അതാണ് ഭഗവാനുള്ള ഭക്തന്മാർ അത് അത്രേ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈശ്വര കഥ കേൾക്കുക, അത് പറയുക, മറ്റുള്ളവർക്കൂടെ കൊടുക്കുക. അപ്പോൾ മഹാത്മാക്കളായ ആളുകളുടെ കയ്യിൽ നിന്നും പറയലും കേൾക്കലും, അവർ പറയുന്ന കേൾക്കുക, നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോൾ അത് കേൾക്കുകയും പറയുകയും, അങ്ങനെ മറ്റൊന്നിലും തന്നെ ഒരു ഭക്തന് താല്പര്യമുണ്ടാകുകയില്ല. മഹാത്മാക്കളായ ഭഗവത് ഭക്തന്മാരോടൊത്ത് ഭഗവാന്റെ ഗുണങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ മാത്രമേ രസം തോന്നുകയുള്ളൂ. എന്താ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്, അല്ലാത്തവരുടെ അല്ല. ഇപ്പോൾ 1000-ൽ 2-4 ഭക്തന്മാരെ യഥാർത്ഥത്തിൽ കാണുകയുള്ളൂ ഇങ്ങനെയുള്ളവർ. മറ്റൊന്നിലും താല്പര്യമില്ലാതെ നമ്മൾ എവിടെ നോക്കിയാലും അങ്ങനെ. എന്തിനാ പിന്നെ താല്പര്യം ഉള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ലോക ചിന്തയിൽ എന്തെല്ലാം വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഫലേച്ഛ കൂടാതെ ഭഗവാനെ തന്നെ മതി എന്ന് കരുതി ഒരാഗ്രഹവും ഇല്ലാതെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവർ ചുരുക്കമാണ്. അവരെന്ത് ചെയ്യും? ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പറയുക ചെയ്യുമ്പോൾ മറ്റൊന്നിലും തന്നെ താല്പര്യം ഉണ്ടാകുകയില്ല. യാതൊന്നും ഒരു കാരണവശാൽ അതിന് രുചി വരത്തില്ല. രുചി എന്തിനാ വരുന്നത്? ഈശ്വര കഥ കേൾക്കാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ താല്പര്യമുണ്ടാകുകയുള്ളൂ. അതാണ്, അതിൽ മാത്രമേ രസം തോന്നത്തുള്ളൂ. പിന്നെ അടുത്തത്, കരുണാകരനാം ശ്രീ നാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ? 10,000 അതായത് 10,000 തവണ ജീവിച്ച് മരിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? ഭഗവാൻ കരുണാനിധിയായ ഭഗവാനാണ് നമുക്ക് മോക്ഷം തരുന്നത്. അതിന് ശ്രമിക്കാതിരുന്നാൽ എന്താ ഫലം? 10,000 അതെങ്ങനെയാ പറയുന്നത്? കരുണാകരനാം ശ്രീ നാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ? 10,000 ചത്തു പിറന്നാൽ, എത്ര മാത്രം ജനിച്ചും മരിച്ചും കിടന്നാലും ഒരു ഫലവും ഇല്ല. എന്താ? ഭഗവാനെ ശരണം പ്രാപിക്കാതിരുന്നാൽ, ഭക്തി വർദ്ധിക്കാതിരുന്നാൽ, ഈശ്വര കാരുണ്യങ്ങൾ, ഈശ്വര കൃപ നമ്മളിലേക്ക് വരാതിരുന്നാൽ, അതിന് നമുക്ക് ഭഗവത് പാരായണങ്ങളും പ്രാർത്ഥനകളും ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സജ്ജന സംസർഗം ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ എത്ര തവണ ജനിച്ചും മരിച്ചിരുന്നാലും മോക്ഷമില്ല. അതിന് ശ്രമിക്കാതെ 10,000 തവണ ജീവിച്ചു മരിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈശ്വരാരാധന ഉണ്ടെങ്കിലേ, ഭഗവാനിൽ ഭക്തി വർദ്ധിച്ചെങ്കിലേ ഇത് കിട്ടുകയുള്ളൂ. ബഹുജന്മാർജിത കർമ്മം അശേഷം തിരുമുൽ കാഴ്ച. അതായത് അനേക ജന്മങ്ങൾ കൊണ്ട് നേടിയ കർമ്മങ്ങൾ അവയുടെ ഫലങ്ങളോടുകൂടി പൂർണ്ണമായി ഇതാ തിരുമുൽ കാഴ്ചയായി വയ്ക്കുന്നു. നമ്മൾ അനേക ജന്മങ്ങൾ നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ, ഓരോരോ ജന്മങ്ങൾ എന്തെല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞു, പുണ്യമാണോ പാപമാണോ ചെയ്തത് നമുക്കൊരു എത്തും പിടിയില്ലാതാണല്ലോ, നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല, അത് പുണ്യമായാലും പാപം
പാപമായാലും എല്ലാം ഇതാ പൂർണ്ണമായി ഭഗവാന്റെ തിരുമുൽ കാഴ്ചയായി വയ്ക്കുന്നു. ജനന മരണങ്ങളിൽ നിന്ന് മുക്തനാക്കി ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഈ ജന്മമായാലും കഴിഞ്ഞ ജന്മങ്ങളിലായാലും നമ്മൾ അറിയുന്നില്ല, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപമായാലും പുണ്യമായാലും സർവ്വതും ഭഗവാന്റെ പാദത്തിൽ തിരുമുൽ കാഴ്ചയായി വയ്ക്കുന്നു. എല്ലാം ഭഗവാനെ അവിടെ അർപ്പിക്കുന്നു. അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്നിട്ട് പ്രാർത്ഥിക്കണം, ഭഗവാനെ അങ്ങല്ലാതെ മറ്റാശ്രയമില്ല, ജനന മരണങ്ങളിൽ നിന്നെല്ലാം എന്നെ മുക്തനാക്കി രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മളിന്ന് ചൊല്ലിയത്. നമുക്കിനി ഭാഗവതം വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാൻ കണ്ണൻ കാട്ടിക്കൂട്ടിയ കുസൃതികളൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ഭോഷ്കൊന്നും അല്ല അമ്മേ പറയുന്നത്. ഞാൻ കാത്തു സൂക്ഷിച്ചതാ, വല്ല പൂച്ചയോ ഒക്കെ കൊണ്ടുപോകാതെ ഉറിയിൽ ചെന്ന് നോക്കി അതവിടെ ഉണ്ടോ, അമ്മ സൂക്ഷിച്ച് വച്ചിട്ടാണോ കുളിക്കാൻ പോയെന്ന് അങ്ങനെ നോക്കിയതാ അമ്മേ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ അമ്മേ, ഞാൻ കള്ളമല്ല പറയുന്നത്. അതായത് അമ്മേ ഭവതി, അതായത് അമ്മ കുളിപ്പതിനായുടൻ ചെമ്മേ വിരവോട് പോയ അളവിഞ്ഞ് പാൽവെണ്ണകൾ സൂക്ഷിച്ചു വച്ചിതോ കേവലമെന്നറിയണമെന്നോർത്ത് അകമ്പൊക്കും ഞാൻ. എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി അമ്മേ, അമ്മ സൂക്ഷിച്ചാണോ വച്ചതെന്ന്. അങ്ങനെ നോക്കുവാനായി ഉറി ചെന്ന് പിടിച്ച അളവ് ആക്കം കുറഞ്ഞ് ഇഴിഞ്ഞേറ്റം ഉഴന്നിതു. അത് അങ്ങനെയാണ് ഞാൻ എത്തിപ്പിടിച്ച് നോക്കിയതമ്മേ. പോഷ്കുര ചെയ്യുന്നോർക്കല്ല, ഞാൻ കള്ളമല്ലമ്മേ പറയുന്നത്. അകതാർക്ക് നമ്മുടെ ഉള്ളിന്, അതായത് അകതാർക്ക് അകത്ത് ഇല്ല ഒരു ധൂർത്തൊരു നേരവും എനിക്ക് അങ്ങനെ ഉള്ളിൽ ധൂർത്തടിച്ച് കളയുന്നതല്ലമ്മേ. ഞാൻ സൂക്ഷിച്ച് നോക്കിയതാ. അവിടെ അത് നശിപ്പിച്ച് പോകാതെ പൂച്ചകളോ മറ്റോ കൊണ്ടുപോയാൽ അറിയാനൊക്കുമോ? അമ്മ കുളിക്കാൻ പോയേക്കുമല്ലയോ, അപ്പം നോക്കേണ്ട കടമയില്ലേ, മകനല്ലേ. ഇതെല്ലാം അമ്മയോട് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് കേൾക്ക മാതാവേ, നനയാത്തതോർക്കരുതാർക്കും അതിന് പാപം ഫലമായ ഒരു അമ്മയെ ഞാൻ വിചാരിക്കാത്ത അമ്മ ചിന്തിക്കല്ലേ. ഞാനത് കള്ളമല്ല പറയുന്നത്, സത്യമാണമ്മേ. അത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടോ എന്ന് നോക്കിയതാ. അതുകൊണ്ട് അമ്മ ഞാൻ വിചാരിക്കാത്ത കാര്യം അമ്മ ചിന്തിക്കല്ലേ. നനയാത്തത് ഓർക്കരുത് ആർക്കും അതിന് പാപം ഫലമായി വരും. അമ്മയ്ക്ക് പാപമൊന്നും വരുത്തി വെക്കല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് നോക്കിയതാണ്. മേൽക്കുമേലൊക്കെയും ആക്കമോട് അന്വഹം കാക്ക എന്നുള്ളതിങ്ങ ആഗ്രഹം എപ്പോഴും. ഇതൊക്കെ നമുക്ക് നോക്കേണ്ട കടമയില്ലേ അമ്മേ. അതുകൊണ്ട് കാക്കുക, നമ്മളെ നോക്കി അതിനെ സൂക്ഷിച്ച് വെക്കണ്ടേ. രാപ്പകലേറ്റം പരിശ്രമിച്ചിങ്ങനെ വായ്പെട്ടു മാതാവും ആർജിച്ചു നിത്യവും കാച്ചിയ പാൽ വെണ്ണ മാർജാരകനും ചെറുപൂച്ചകളും നുകർന്നിടുവാനൊക്കവേ. നമ്മളിവിടം വരെയാണ് വായിച്ചത്. കാക്ക എന്നുള്ളതിങ്ങ ആഗ്രഹം എപ്പോഴും രാപ്പകലേറ്റം പരിശ്രമിച്ച് ഇങ്ങനെ വായ്പെട്ട് മാതാവ് ആർജിച്ചു നിത്യവും കാച്ചിയ പാൽ വെണ്ണ മാർജാരകനും ചെറുപൂച്ചകളും നുകർന്നിടുവാനൊക്കവേ പാർത്തു നിൽക്കുന്നവ കട്ടൊടുക്കിയിടുമെന്നോർത്തൊരു ഉത്സാഹമെൻ സാഹസമായതും. ഈ പൂച്ചകൾ കൊച്ചു പൂച്ചകളും മാർജാരനും വലിയ പൂച്ചകളും ഒക്കെ എന്താ ചെയ്യുക? കട്ടെടുക്കും. കാച്ചിയ പാലും വെണ്ണ മാർജാരകനും, അത് വലിയ തള്ളയും തന്തയായിട്ടുള്ള വലിയ പൂച്ചകളാണ് മാർജാരകൻ. പിന്നെ ചെറു പൂച്ചക്കുട്ടികളും നുകർന്നിടുവാനൊക്കവേ പാർത്ത് അവരിങ്ങനെ കാത്തിരിക്കും. അമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കുളിക്കാൻ പോകുമ്പോൾ ഇത് തട്ടിയെടുത്ത് കഴിക്കാനായിട്ട് പൂച്ചകൾ കാത്തിരിക്കും. അതുകൊണ്ട് പാർത്ത് നിൽക്കുന്നവ കട്ടൊടുക്കിയിടുമെന്നോർത്ത് ഒരു ഉത്സാഹം. അങ്ങനെ ഞാൻ ഉത്സാഹത്തോട് പോയി നോക്കി അമ്മയെ. പക്ഷെ അത് സാഹസമായി മാറി. എന്താ സാഹസമായത്? ഇങ്ങനെ പീഠമൊക്കെ ഉരുണ്ട് താഴെ പോയി ഉറി കിടന്ന് തൂങ്ങേണ്ടി വന്നു കണ്ണൻ. അതാണ് ഞാൻ അങ്ങനെ ഓർത്തൊരു ഉത്സാഹത്തോട് ചെന്ന് നോക്കിയതാ അമ്മേ. ഇത് പീഠവും ഉരലെല്ലാം പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പീഠങ്ങളൊക്കെ വെച്ചു അങ്ങനെ ചെന്ന് നോക്കി. പക്ഷേ അത് സാഹസമായി പോയി. അത് ഇങ്ങനെ സംഭവിച്ചു പോയമ്മേ. ഞാൻ സന്തോഷത്തോടെ പൂച്ച കൊണ്ട് പോകാതിരിക്കാൻ അത് നോക്കിയതാണ്. അതിനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അതൊരു കരുതലായിട്ട് ചെന്ന് നോക്കി. പക്ഷേ അത് സാഹസമായി പോയി. അല്ലാതെ കണ്ടൊരു വല്ലായ്മ ഓർക്ക അല്ലല്ലോ മയാ ബഹു കല്യാണ മാനസേ. അമ്മേ, അമ്മയുടെ മനസ്സിൽ അല്ലാതെ ഒന്നും വല്ലായ്മ തോന്നരുതേ. വല്ലായ്മ ഓർക്ക അല്ലല്ലോ മയാ ബഹു കല്യാണ മാനസേ. അല്ലാതെ ഒരു കുറ്റവും ചെയ്തതല്ല അമ്മേ എന്നിങ്ങനെ ആ കുഞ്ഞ് അമ്മയോട് പറയുന്നു. നല്ലതല്ലാതെ കണ്ടില്ലൊരു ശീലം അങ്ങുള്ള മറ്റും ചില പിള്ളേർ എണ്ണും വണ്ണം വല്ലാതെ പാൽ വെണ്ണ കണ്ടു കൊതിക്കുകയും ഇല്ല വീർണുകൊണ്ടെന്നറിയണമേ. നല്ലതല്ലാത്ത ഒന്ന് തന്നെ എനിക്ക് ശീലമില്ലമ്മേ. ഞാൻ സത്യമാ പറയുന്നത്. എന്താ ഞാനത്
സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് നോക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അതല്ലാതെ ഈ പിള്ളേരെല്ലാം പറയുന്ന കണക്ക് ഞാൻ വല്ലാതെ പാൽവെണ്ണ കണ്ട് കൊതിക്കുകയൊന്നും അല്ല അമ്മേ. വീണുകൊണ്ടെന്നറിയണമേ. വല്ലവാദീശനൻ എൻ പിതാവ് ഇന്നലെയല്ലോ മടിയിലിരുത്തി വച്ച് എന്നോട് കല്യാണരൂപിയാം എൻ മകൻ എത്രയും നല്ലൊരു ശീലമെന്നിങ്ങനെ ചൊന്നതും. അമ്മേ, വല്ലവാദീശനാ എൻ്റെ പിതാവ് ഇന്നലെയല്ലേ അമ്മേ മടിയിൽ വെച്ച് എന്നോട് എന്നെ അച്ഛൻ്റെ മടിയിലൊക്കെ വെച്ചിരുത്തിയിട്ട് എന്താ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്? കല്യാണരൂപിയായിരുന്ന എൻ മകൻ, അതായത് സന്തോഷകരമായിരുന്ന ഈ മകൻ, ഈ കണ്ണനെ മടിയിൽ വെച്ച് പിതാവ് നന്ദഗോപര് മടിയിൽ വെച്ച് എന്നോട് പറഞ്ഞില്ലേ അമ്മേ, എത്രയും കല്യാണരൂപിയാം എൻ മകൻ എത്രയും നല്ലൊരു ശീലമെന്നിങ്ങനെ ചൊന്നില്ലേ? എൻ്റെ മകൻ നല്ല ശീലമായി വളരുന്നു എന്നൊക്കെ അച്ഛൻ മടിയിലെത്തി എന്നോട് പറഞ്ഞില്ലേ അമ്മേ? കേട്ടതില്ലേ പുനരെന്നത് കൊണ്ടും ആ കൂട്ട് ദുരാകൃതിയില്ല എനിക്ക് ഏതുമേ, അത് ഞാൻ കേട്ടത് കൊണ്ട് പുനരെന്നത് കൊണ്ട് ആ കൂട്ട് ഈ പിള്ളേരുടെ കൂട്ടൊന്നും അവരുടെ കൂട്ടൊന്നും ഞാൻ ആകത്തില്ല. ഇതെല്ലാം എന്താ അങ്ങനെ എന്നോട് എൻ്റെ അച്ഛൻ ഇങ്ങനെ മടിയിലെത്തിച്ച് നല്ല ശീലം കാണിക്കണം മകനെ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഈ പിള്ളേരുടെ രീതിയിലൊന്നും ദുരാകൃതി എനിക്കില്ല, ഒരു ദുഷ്പ്രവർത്തികളൊന്നും തന്നെ എനിക്കില്ല അമ്മേ എന്ന് ഇവിടെ പറയുന്നു. നീക്കമില്ലെന്നാൽ ഇനി ദിവസം പ്രതി സൂക്ഷിപ്പതിന് പാൽവെണ്ണകൾ എന്നെ നീ വാത്സല്യമോടുടൻ ആക്കുകയിൽ മറ്റൊരു താഴ്ച വരുവാനായി കയ്യിലൊട്ടുമേ. എന്നിട്ടും കുഞ്ഞ് പറയുന്നു, നീക്കമില്ല, ഞാൻ ഇനി ആയാലും നന്നായി സൂക്ഷിക്കും, അതുകൊണ്ട് എന്നെ തന്നെ ആക്കിയാൽ മതി അമ്മേ, ഇനി ഞാൻ നോക്കിക്കൊള്ളാം. നീക്കമില്ലെന്നാൽ ഇനി ദിവസം പ്രതി ദിവസവും അമ്മ കുളിക്കാനൊക്കെ പോകുമ്പോൾ എന്നെ സൂക്ഷിക്കാനാക്കിയാൽ മതി. ദിവസവും എന്നെ സൂക്ഷിപ്പതിന് പാൽവെണ്ണകൾ എന്നെ നീ വാത്സല്യമോടുടനാക്കുകയിൽ എന്നെ തന്നെ സന്തോഷത്തോടെ ഇവിടെ ആക്കണം, സൂക്ഷിക്കാൻ നന്നായി ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. മറ്റൊരു താഴ്ച വരുവാനായി കയ്യിലോട്ടുമേ. ഞാൻ ഒരിക്കലും അതിനെ ആ വെണ്ണയും പാലും ഒന്നും കുറയ്ക്കാൻ ഇടവരുത്തത്തില്ല, അത് പൂച്ചകൾക്കൊന്നും കൊടുക്കത്തില്ല, പൂച്ചകൾ കട്ടുകൊണ്ട് പോകാൻ ഇടവരുത്തത്തില്ല, ഞാൻ സൂക്ഷിച്ചു കൊള്ളാം ദിവസം പ്രതി. ഇങ്ങനെ കുഞ്ഞ് അമ്മയോട് പറയുക, എന്നെ തന്നെ വാത്സല്യമോട് നോക്കാൻ ഏൽപ്പിക്കണേ അമ്മേ, ഞാൻ നന്നായി വെണ്ണയും പാലൊക്കെ സൂക്ഷിച്ച് നോക്കിക്കൊള്ളാം, അമ്മ കുളിക്കാനൊക്കെ പോകുമ്പം എന്നെ ആക്കിയാൽ മതി, ഞാൻ നന്നായി പരിപാലിച്ചു കൊള്ളാം. ഭോക്തം ഭവതി തരുന്നതൊഴിഞ്ഞെനിക്ക് ആഗ്രഹവും മുഹുരില്ലൊരു നേരവും. ഭോക്തം എനിക്ക് ഭുജിക്കാൻ, എനിക്ക് കഴിക്കാൻ, ഭവതി അമ്മ തരുന്നതല്ലാതെ ഒരാഗ്രഹവും എനിക്കില്ല, ഒരു നേരവും ഇല്ല. എൻ്റെ അമ്മ തരുന്നതേ എനിക്ക് മതി, വേറൊന്നും തന്നെ എനിക്ക് വേണ്ട. പ്രീത്യ പടുക്കളാം വാക്യങ്ങൾ ഇത്തരം ആത്മജൻ ചൊന്നതു കേട്ടു യശോദയും നേത്ര മനോഹരനാകിയ പുത്രനെ ചേർത്തു പുണർന്നു മുകർന്നു മുലകളും നൽകി കരിവിനോടോമന പൂവൽ മെയ് പുൽകി പ്രസാദിച്ചിരുത്തിവ ചഞ്ചസ. അങ്ങനെ ഇതത്രയും കേട്ടപ്പോൾ കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്തു? നേത്രമനോഹര, ആ കണ്ണിൻ്റെയൊക്കെ ഭംഗി അത്രമാത്രം അഴകാർന്ന മനോഹരനാകിയ ആ കുഞ്ഞിനെ ചേർത്ത് പുണർന്ന് മുകർന്ന് മുലകളും നൽകി കനിവിനോട് ഓമന പൂവൽ മെയ് പുൽകി കുഞ്ഞിൻ്റെ ദേഹമൊക്കെ ഒന്ന് തടവി സ്നേഹിച്ച് മുത്തോ കൊടുത്ത് പ്രസാദിച്ചിരുത്തിവ ചഞ്ചസ. ഇത്രയെല്ലാം കുഞ്ഞ് കുറേ അങ്ങ് പറഞ്ഞ്, അമ്മേ ഞാൻ കാത്തു നോക്കിക്കൊള്ളാം, സൂക്ഷിച്ചു കൊള്ളാം, എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മയ്ക്ക് പോകാം, ദിവസവും ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഇങ്ങനെ പറയുമ്പോൾ അമ്മ നേത്രമനോഹരനായ ആ കുഞ്ഞിനെ എന്താ പറഞ്ഞേ? ചേർത്ത് പുണർന്ന് മുകർന്ന് മുലകളൊക്കെ നൽകി കനിവിനോട് ഓമന പൂവൽ മെയ് പുൽകി പ്രസാദിച്ചിരുത്തിവ ചഞ്ചസ വൈകാതെ. പിന്നെ മറ്റൊന്നിനായി അവൾ പോകുന്ന പോക്കു കണ്ട കുതുകാശയ. അപ്പോഴെന്ത് വന്നു? ഇതത്രയും പറഞ്ഞ് കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് സന്തോഷിച്ചിട്ട് അമ്മ മറ്റു ജോലിക്ക് പോകണ്ടേ? അമ്മ എഴുന്നേറ്റ് വേറൊരു ജോലിക്കായിട്ട് വൈകാതെ പിന്നെ മറ്റൊന്നിനായി അവൾ കുളിക്കാനല്ല വേറെന്തെങ്കിലും ജോലിക്കായി പോയപ്പോൾ പോകുന്ന പോക്ക് കണ്ടപ്പോൾ കുഞ്ഞെന്ത് ചെയ്യുന്നു? ആ കുതുകാശയ സന്തോഷം കലർന്ന മനസ്സോടുകൂടി ആ കുഞ്ഞ് പറയുന്നു, എന്താ പറയുന്നേ? ചേതസി പാർത്ത് ചിന്തിച്ച് ചൊല്ലിടേ. മനസ്സുകൊണ്ട് ഇങ്ങനെ എന്താ ഇനിയൊരു മാർഗം കുഞ്ഞിന്? കാരണം കുഞ്ഞിന് വെണ്ണ തിന്നോളാൻ വയ്യ, ഉറികിടന്ന് തൂങ്ങിയിട്ടും വെണ്ണ കിട്ടിയില്ലല്ലോ. കുഞ്ഞ് അതിൻ്റെ മണ്ടേന്ന് വെണ്ണയോ പാലോ ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് തന്നെ ഉറികിടന്ന് തൂങ്ങിയിട്ട് പിള്ളേർ പോയി അമ്മയെ കുളിച്ചോണ്ടെന്ന് അമ്മയെ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ കുട്ടിക്ക് അത് കിട്ടിയില്ല, അതിൻ്റെ വിഷമം ഉള്ളിലിങ്ങനെ കിടക്കുക. അപ്പോൾ എന്ത് പറയുന്നു? അമ്മ ഇതെല്ലാം കളഞ്ഞിട്ട് കുഞ്ഞിന് മുലപ്പാലം കൊടുത്തിട്ട് അമ്മ മറ്റ് ജോലി നോക്കി അങ്ങോട്ട് മാറിയപ്പോൾ കുഞ്ഞെന്ത് ചെയ്തു? ചേതസി അവൻ്റെ കുഞ്ഞിൻ്റെ കണ്ണൻ്റെ ഉള്ളിൽ ചിന്തിച്ച് പാർത്തിരിക്കുക, എന്താ ഒരു മാർഗം എനിക്ക് ഈ വെണ്ണയ്ക്ക് പകരം? അതിന് കുഞ്ഞെന്ത് ചെയ്യുന്നു? ചൊല്ലിയിടി ഞാൻ പറയുന്നു. പൂതനാരാധി ജഗൽഗുരു മാധവൻ പറയുന്നു,
എന്തൊരുമ്പെട്ടത് അമ്മേ മമ സാഹസോദന്ത പ്രതികാരാർത്ഥായ പാൽവെണ്ണകൾ സന്തോഷമോട് നൽകാതെ കണ്ട ആർത്തയാ എന്തിനേറ്റം ശ്രമിച്ചു പുനരോർക്ക നീ. ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് തളർന്നു കാണും. കാരണം കുറേ നേരം കൊണ്ട് വേദം ഓതോ എന്നെ അങ്ങനെ ചെയ്യത്തില്ലമ്മേ, എന്നെ അച്ഛൻ നല്ലപോലെ നല്ല ശീലമായ കുഞ്ഞെന്ന് പറഞ്ഞല്ലേ ഒക്കെ ഇരുന്ന്. പക്ഷെ എന്ത് ചെയ്യാം, അമ്മ വേറെ ജോലിക്ക് പോയപ്പോൾ കുഞ്ഞിന് ഒരു രക്ഷയില്ല എന്നപ്പോൾ അമ്മയോട് പറയുന്നു. എന്തിനാ അമ്മ ഇപ്പോൾ പോകുന്നത്? എന്തൊരുമ്പെട്ടതമ്മ, എവിടേക്കാണ് ഈ പോകുന്നത്? പിന്നെ മമ സാഹസോദന്ത പ്രതികാരാർത്ഥായ പാൽവെണ്ണകൾ എന്ന സന്തോഷമോടെ എനിക്ക് തരാതെ. കുഞ്ഞിനെ അങ്ങ് ആർത്തി കിട്ടാഞ്ഞ്. അപ്പോൾ ഈ സന്തോഷത്തോട് എനിക്ക് നൽകാതെ പാൽവെണ്ണകൾ തരാതെ എന്തിനാ ഏറ്റവും ഇങ്ങനെ ശ്രമിച്ച് പുനരോർക്ക നീ. ഇത്രയും എനിക്ക് തരാതെ എവിടേക്കാണ് ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഇങ്ങനെ പോകുന്നത് അമ്മേ? എന്തിനാ ഏറ്റവും ഇങ്ങനെ ശ്രമിച്ച് പുനരോർക്ക നീ. സന്തതം സർവജന്തുക്കളാലും പ്രവൃത്താന്ത സിദ്ധാന്തം എന്തെന്നത് ഓർക്കേണമേ. അതുകൊണ്ട് എന്താ ഇതിന് സന്തതം? എപ്പോഴും സർവ്വജന്തുക്കളാലും പ്രവൃത്താന്ത സിദ്ധാന്തം എന്തെന്ന് ഓർക്കണമേ. ഹന്ത പുനരിവണ്ണം പറഞ്ഞു ഓമന ദന്താധരങ്ങൾ പിളുത്തി നിന്നിടിനാൻ. അപ്പോൾ എന്താ കൊടുക്കാതെ നിൽക്കുന്നു മനസ്സിലായപ്പോൾ അമ്മ മറ്റെന്തോ ജോലിക്ക് പോയതായപ്പോൾ കുഞ്ഞ് ചുണ്ടൊക്കെ പിളുത്തി വിഷമിച്ച്, എന്താ അമ്മേ ഇങ്ങനെ പോകുന്നത്, എനിക്ക് തരാതെ വെണ്ണയൊക്കെ തരണ്ടേ, അമ്മ സന്തോഷത്തോട് തരുന്നത് സന്തോഷമല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുണ്ടും പിളർത്തി കരയുന്നത് പോലെ ചുണ്ടൊക്കെ ഒരു വല്ലാതെ കരഞ്ഞിലേലും പിളുത്തി നിൽക്കുമല്ലോ കുട്ടികൾ, അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ദന്താധരങ്ങൾ, അത് പല്ലും ചുണ്ടും എല്ലാം പിളുത്തി നിന്നിടിനാൻ. ചെന്താമരാഷൻ അത് കേട്ട് മാനസേ. അപ്പോൾ ചെന്താമരാഷൻ അത് ഹന്ത പുനരിവണ്ണം പറഞ്ഞു ഓമന ദന്താധരങ്ങൾ പിളുത്തി നിന്നിടാൻ ചെന്താമരാഷൻ, അതായത് ഭഗവാൻ കണ്ണൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ പിളുത്തി നിൽക്കുന്നവരാ ചെന്താമരാശന കണ്ണൻ. അപ്പം ഇങ്ങനെ വായിക്കണം, ഇവിടുന്ന് വായിക്കാം. എന്തൊരുമ്പെട്ടതമ്മേ മമ സാഹസോ ദന്ത പ്രതികാരാർത്ഥായ പാൽവെണ്ണകൾ സന്തോഷമോട് നൽകാതെ കണ്ടാർത്തയായി എന്തിനേറ്റം ശ്രമിച്ചു പുനരോർക്ക നീ. സന്തതം സർവജന്തുക്കളാലും പ്രവർത്താന്ത സിദ്ധാന്തം എന്തെന്നതോർക്കേണമേ. ഹന്ത പുനരിവണ്ണം പറഞ്ഞു ഓമന ദന്താധരങ്ങൾ പിളുത്തി നിന്നിടിനാൻ ചെന്താമരാക്ഷൻ. അപ്പോൾ ഇത് ആരാങ്ങനെ ചെയ്ത്? ചെന്താമരാക്ഷൻ ഭഗവാൻ കണ്ണനാണ് ഇങ്ങനെ പിളുത്തി വിഷമിച്ച് അമ്മ എവിടേക്കാ ധൃതിയായിട്ട് പോകുന്നത്. ഈ സർവ്വജന്തുക്കൾക്കും ഇത് എന്താ പറയുന്നത്, സർവ്വജന്തുക്കളാലും പ്രവർത്താന സിദ്ധാന്തം, അതായത് എല്ലാ ജന്തുക്കൾക്കും വേണ്ടുന്നൊരു കാര്യമാണെന്ന് ഇത് പറയാൻ എനിക്ക് അറിയത്തില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു സർവ്വജന്തുക്കളിലുള്ളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കൊടുത്ത് രക്ഷിക്കുക, പാലായാലും വേണ്ടത് എന്തായാലും അത് സർവ്വജന്തുക്കളിലുള്ളൊരു കാര്യം അമ്മയെ. അത് തന്നെ നമുക്ക്, കാരണം കുഞ്ഞല്ലേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അമ്മ പോകാൻ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തൃപ്തിയായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം അമ്മ മറ്റ് ജോലിക്ക് പോകണം. അത് പ്രവർത്താന സിദ്ധാന്തമാണ്. അത് അമ്മയ്ക്ക് അത് ഓർക്കണമേ അമ്മേ. അതുകൊണ്ട് ഹന്ത പുനരിവണ്ണം പറഞ്ഞു ഓമന ദന്താധരങ്ങൾ പിളുത്തി നിന്നിടിനാൻ ചെന്താമരാക്ഷൻ. അതു കേട്ടു മാനസേ ചിന്തയും പോയി ചെന്നു യശോദയും. അപ്പോൾ ഇത്രയെല്ലാം ചെന്താമരാക്ഷൻ പറഞ്ഞപ്പോൾ അത് കേട്ട് ആരമ്മ, അത് അമ്മയാണ് അത് കേൾക്കുക. അത് കേട്ടിട്ട് മനസ്സിൽ ചിന്തയും പോയി ചെന്ന് എന്ത് ചെയ്തു അമ്മ യശോദയും ചേറ്റു നവനീതവും കൊണ്ടുവന്നുടൻ. അപ്പോൾ തന്നെ അമ്മ പോയി അത് കേട്ടുകൊണ്ട്, ശരിയാ, എല്ലാ ജന്തുക്കൾക്കും പ്രവർത്തന സിദ്ധാന്തമാണിത്. കുട്ടികൾക്ക് അമ്മ രക്ഷിക്കേണ്ടതാണ് കടമ. വേണ്ടത് എന്താ വെച്ചാൽ കൊടുക്കണം. പാലും നവനീതമാണ് വേണ്ടതെങ്കിൽ അത്, കഞ്ഞിയും ചോറും ആണെങ്കിൽ അത്. എന്തായാലും സർവ്വജന്തുക്കൾക്കും വേണ്ടുന്നൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു ഇത് കേട്ടപ്പോൾ ചെറ്റ് പെട്ടെന്ന് തന്നെ നവനീതവും വെണ്ണ കൊണ്ടുവന്നുടൻ തെറ്റെന്ന് പുത്രൻ വലത്തു കരാമ്പുജയെ വച്ചാൾ. അത് കണ്ടു മന്ദസ്മിത ആനന അച്യുതൻ ഉണ്ണി ചൊന്നാൻ. അപ്പോൾ വലത്തെ കരത്തിൽ കയ്യിൽ കൊണ്ടുവന്ന് അമ്മ വച്ചു നവനീതം വെണ്ണ. അങ്ങനെ വച്ചപ്പോൾ എന്തു പറയുന്നു? അത് കണ്ടപ്പോൾ മന്ദസ്മിത ആനന്ദൻ അച്യുതനുണ്ണി ചൊന്നാൻ. പുഞ്ചിരിയോടുകൂടി ആ മകൻ പറയുന്നു, ഭവതിക്കിഹ സിദ്ധമല്ലാകെയുണ്ടായ എന്തെന്നുടെ ഹസ്തം ഒന്നിന്നഹോ വെണ്ണ നൽകിയിടിനാൻ. അമ്മേ, എന്താ ഭവതി ഇവിടെ സിദ്ധമല്ലാകെയുണ്ടായതെന്ത്? എന്നുടെ ഹസ്തം, എന്ന കയ്യിൽ ഒന്നിനാര് കൊടുക്കും അമ്മേ? ഒന്നിന് കൊടുക്കാൻ മറ്റേ കൈ പരാതി പറയും, കരയത്തില്ലേ ആ കൈ? ഒരു കൈക്ക് അത് മാത്രം കൊടുത്താൽ രണ്ട് കൈക്കും ഒന്നുപോലെ കൊടുക്കണ്ടേ അമ്മേ? എന്നിട്ട് മറ്റതിനെന്ത് തോന്നും? രാമൻ ഏതാനും ഉറ്റു നൽകുമ്പോൾ ദേശമാമേവതേ. അതായത് ബലരാമനും ഭഗവാൻ കൃഷ്ണനും അവിടെ നിൽക്കുന്നെന്ന് കൂട്ടിക്കോ. അപ്പം ബലരാമന് കൊടുത്തിട്ട് കണ്ണന് കൊടുക്കാറുണ്ട്, കണ്ണൻ വിഷമിക്കത്തില്ലേ?
ജ്യേഷ്ഠനായ ബലരാമന് രോഹിണിയുടെ മകനായ അത് ദേവകിയുടെ തന്നെയാണ് ആ മകന് കൊടുത്തിട്ട് കൃഷ്ണനുണ്ണിക്ക് കൊടുക്കാതിരുന്നാൽ എന്ത് തോന്നും? ഭഗവാൻ കണ്ണന് പിന്നെ വിഷമമാകത്തില്ലേ? അതുപോലെയാണമ്മേ വലത്തെ കൈക്ക് കൊടുക്കുമ്പോൾ ഇടത്തെ കൈക്ക് വിഷമം തോന്നത്തില്ലേ? അതുകൊണ്ട് മറ്റേ ഹസ്തം ഒന്നിനഹോ വെണ്ണ നൽകിടിനാൽ മറ്റേതിന് എന്ത് തോന്നും? ഒരു കൈക്ക് മാത്രം വെണ്ണ കൊടുത്താൽ മറ്റേ കൈക്ക് എന്ത് തോന്നും? രാമൻ ഏതാനും ഉറ്റു നൽകുമ്പോൾ ദേഷ്യമാമത്. അപ്പം രാമനായ ജ്യേഷ്ഠന് അമ്മ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് തോന്നും? അതുപോലെ ഒരു ഉദാഹരണം കുഞ്ഞ് തന്നെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഈ കൈക്ക് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൂടെ കൊടുക്കണ്ടേ? പുത്രവൈദഗ്ധ്യ വാക്യങ്ങൾ ഓരോന്നിവ ചിത്രതരാത്മന കേട്ടോ യശോദയും. ഇങ്ങനെ പുത്രവൈദഗ്ധ്യം, ഇത്രയല്ല വൈദഗ്ധ്യമായിരിക്കുന്ന ഈ വാക്യങ്ങൾ ഇത്ര എവിടെ നിന്ന് കിട്ടി? ഇത്രമാത്രം ഉദാഹരണം വീതം കൊടുത്ത് ജ്യേഷ്ഠന് കൊടുക്കുമ്പോൾ അനുജൻ എന്ത് തോന്നും? അതുകൊണ്ട് ഈ വലത്തെ കൈക്ക് കൊടുക്കുമ്പോൾ ഇടത്തെ കൈക്ക് വിഷമം തോന്നത്തില്ലേ? ഇങ്ങനെയുള്ള ഓരോ വാക്യങ്ങൾ കേട്ടപ്പോൾ അമ്മയ്ക്ക് പുത്രവൈദഗ്ധ്യ വാക്യങ്ങൾ ഓരോന്നിവ ചിത്രതരാത്മന കേട്ട് യശോദയും സന്തോഷത്തോടെ ഇതൊക്കെ കൊള്ളാല, നല്ല ബുദ്ധി പ്രയോഗിച്ചാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിൽ സന്തോഷമുണ്ടായി യശോദയ്ക്ക്. അങ്ങനെ വിസ്മയിച്ച് ആരോ വലുണ്ണിതൻ കോമളഹസ്തം അങ്ങേതിലും വെണ്ണ നൽകിയിടുവാൻ. അപ്പോൾ ഭഗവാൻ കണ്ണൻ്റെ കോമളമായിരിക്കുന്ന മറ്റേ കയ്യിലും വെണ്ണ കൊടുക്കാനായിട്ട് സത്വരം അങ്ങ് തിരിഞ്ഞു നടന്നള ഉത്തമ പുരുഷൻ തൻ കരതാരിലെ വെണ്ണയും ചെങ്കയിൽ മേവിന വെണ്ണവൻ നിന്നൊരു കാകൻ വിരവോട് ഒത്തി വിഴുങ്ങി പറഞ്ഞാനിത് എന്തൊരു ചിത്രം മഹാപോഷനായി ചമഞ്ഞേനകം. അമ്മ അങ്ങനെ മറ്റേ കൈ കൂടെ വെണ്ണെടുക്കാൻ പോയി. സമയം പോയി. വെണ്ണെടുക്കാൻ പോയപ്പോൾ കുഞ്ഞെന്തോ ചെയ്ത് പെട്ടെന്ന് തന്നെ വലത്തെ കൈക്കുന്ന എണ്ണ വെക്ക അങ്ങ് വിഴുങ്ങിയിട്ട് അയ്യോ കാക്ക കൊണ്ടുപോയെന്ന് പറഞ്ഞ് അമ്മയുടെ നേരെ അയ്യോ കയ്യിൽ നിന്ന് കാക്ക കൊണ്ടുപോയി. അങ്ങനെ ആണ് ഇവിടെ വെണ്ണ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് എടുത്ത് കഴിച്ചു. ഉത്തമ പുരുഷൻ താൻ കരതാരിലെ വെണ്ണ ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് പറയുന്നു, എൻ കയ്യിൽ മേവന വെണ്ണ വന്ന് ഇന്നൊരു കാക്ക വന്ന് അമ്മയെ ഇത് കൊത്തി പെട്ടെന്ന് പെട്ടെന്ന് ഓടി വന്ന് കൊത്തി വിഴുങ്ങി പറഞ്ഞാനിത് എന്തൊരു ചിത്രം മഹാപോഷനായ ചമഞ്ഞേനകം. അത്രമാത്രം ഈ കാകൻ എത്രയും പെട്ടെന്ന് വന്ന് കൊത്തിക്കൊണ്ടൊരു ഓട്ടം ഓടി അമ്മയെ. അപ്പം ആ കയ്യിലെ വെണ്ണ പോയി എന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. അങ്ങനെ അമ്മ ഒരു കൈ കൂടെ വെണ്ണെടുക്കാൻ പോയതാ. പക്ഷേ ഇവിടെ രണ്ട് കൈയിലും പിന്നും വെണ്ണ വേണമെന്ന് പറയാൻ വേണ്ടി കണ്ണൻ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങി. എന്നിട്ട് കാക്ക കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവിടെ ഒരു അഭിനയമൊക്കെ കാണിക്കുവാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.